കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ദളപതി വിജയുടെ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട വാർത്ത. ഡിവോഴ്സ് കേസ് ഇനി ഓഗസ്റ്റിൽ മാത്രമാണ് പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു മുൻപ് വരെയും CM ആയതുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തിരക്കുകളും ബാക്കി കാര്യങ്ങളും ഒക്കെയാണ് ചർച്ചയിലേക്ക് മാറ്റുന്നത്. പവർ ഓഫ് അറ്റോർണി, അതുപോലെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് അധികമുള്ള വെളിപ്പെടുത്തലൊക്കെ തന്നെ ഉടൻ നടത്തുകയും ചെയ്യും. അതിലൂടെ തന്നെ സംഗീതയ്ക്ക് എത്ര തുകയാണ് നൽകേണ്ടത് എന്നതുൾപ്പെടെ നമുക്ക് മനസ്സിലാക്കി തരും എന്നതുകൂടി പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ മുൻപ് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി ഇരുവരും കോടതിയുമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് നിയമവശാലുള്ളൊരു കാര്യം. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ പോലും ഇരുവരും ഒരുമിച്ചെത്തി കൗൺസിലിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷമാണ് നേരിട്ട് ഡിവോഴ്സിലേക്ക് പോകുന്നതും. എല്ലാ കോടതിയിലും കേസുകൾ അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിജയുടെ കാര്യത്തിലും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു വട്ടം കൂടി സംഗീതയും വിജയും ഒരുമിച്ച് അവിടെ കോടതിയിലേക്ക് എത്തണമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. CM ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് മാറ്റിവെക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായി വക്കീൽ വന്നാലും കൗൺസിലിങ്ങിന് അദ്ദേഹം തന്നെ സംഗീതയോടൊപ്പം ഇരിക്കണം. അതാണ് നിയമവശാലുള്ള ശരി. അതുകൊണ്ട് തന്നെ ഇരുവരും ഒരിക്കൽ കൂടി ഇപ്പോൾ കോടതി വളപ്പിലെത്തുകയും രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുകയും ചെയ്യുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ ഒരു വിഷയത്തെ കാണുകയും ചെയ്യുന്നത്. വിജയും സംഗീതയും തമ്മിൽ വേർപിരിയരുത് എന്ന അധികമായ ആഗ്രഹമുള്ളവരെല്ലാവരും ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ കൗൺസിലിങ്ങിൽ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം അറിയാൻ സാധിക്കും. ആർക്കാണ് പ്രശ്നം, അല്ലെങ്കിൽ ആർക്കാണ് ഡിവോഴ്സ് വേണ്ടത് എന്നതുൾപ്പെടെ തന്നെ പരിഗണിക്കപ്പെടും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ പ്രശ്നം എന്താണ് എന്നും ഇവർക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ എന്നതുൾപ്പെടെ തന്നെ അറിയാനും സാധിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വിജയെ സംബന്ധിച്ചുള്ള വാർത്തകളിൽ ഒരുപാട് പ്രാധാന്യം തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ പ്രാധാന്യത്തിന് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാര്യമായും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആരാധകർക്ക് തന്നെ അത് വളരെയധികം സ്നേഹമായി മാറുകയും ചെയ്യുന്നു. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെയാണ് ഈ വാർത്തയെ കാണുന്നത്. എല്ലാവർക്കും വിജയും സംഗീതയും ഒരുമിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഭൂരിഭാഗവുമുള്ളത്. മറ്റൊരു നടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തയൊക്കെ തന്നെ നിൽക്കാൻ, വിജയുടെ പേരിലുള്ള ഈ വ്യാജ വാർത്തകളെല്ലാം അവസാനിക്കാൻ അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത്. എന്തായാലും അവർ ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വിജയും സംഗീതയും ഒരുമിക്കണമെന്നുള്ള ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ പങ്കുവയ്ക്കാറും പറയാറുമൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അതിലൂടെ തന്നെ പ്രേക്ഷകർ അവരുടെ പ്രീതി വിജയെ അറിയിക്കാനും സംഗീതയെ അറിയിക്കാനും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൂടിയാണ് മനസ്സിലാക്കി തരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.